ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തംബ്നെയിൽ കാണിച്ച പോലെ തന്നെ ആദിമോൻ്റെ പിറന്നാളാഘോഷവും പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ എടുക്കുന്നൊരു ഫോട്ടോഷൂട്ടും കൂടിയാണ് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെ വീഡിയോ കൂടെ രണ്ടും ഒരുമിച്ചാണ്. പിറന്നാളെന്ന് പറഞ്ഞാൽ നമ്മൾ നക്ഷത്രം വരുന്ന ദിവസമാണ് കേട്ടോ പിറന്നാളായിട്ട് ആഘോഷിച്ചത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് നമ്മൾ സെപ്പറേറ്റ് ആഘോഷിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ പിറന്നാളിന് ഇത്തവണ നമുക്ക് പിറന്നാൾ നേരത്തെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കഴിഞ്ഞിട്ടായിരുന്നു വരുന്നത്. സാധാരണ ഇവനെപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ നാൾ പ്രകാരമുള്ള പിറന്നാൾ വരാറ്. അപ്പോൾ ഇത്തവണ നേരത്തെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേക്ക് നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യാം. നമ്മൾ ഓണായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് ഫോട്ടോഗ്രാഫറൊന്നും വിളിക്കുന്നില്ല. അപ്പം നമ്മളൊരു അവൻ്റെ സൈക്കിളിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ള കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നിയർ ബൈ ആയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണിത്. അപ്പോൾ നമ്മൾ സൈക്കിളും അതിനകത്ത് കുറച്ച് ബലൂണൊക്കെ ഫിക്സ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ വന്നിട്ടാണ്. എന്നാലാണ് അവൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവൻ കുറച്ച് നന്നായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ബലൂൺ വീർപ്പിച്ചത്. കാരണം കാറിൽ കൊണ്ടുവരാൻ സൗകര്യക്കുറവ് കാരണം നമ്മളിവിടെ വന്ന് നിന്നിട്ടാണ് ബലൂൺ വീർപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും ചിരി വരികയാണ്, വീർക്കുന്നില്ല, എന്ത് ചെയ്തിട്ട് ബലൂൺ വീർപ്പിച്ചിട്ട് വീർക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവൻ്റെ ഡ്രസ് കോമ്പിനേഷനുള്ള യെല്ലോയും ബ്ലൂവും പിന്നെ 3 എന്നുള്ള മറ്റ് ബലൂണും കൂടെ വെച്ചിട്ടാണ്, ലെറ്റർ ബലൂണും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഫോയിലിൻ്റെ ബലൂൺ അത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ പുള്ളി കുറച്ച് മടി കാണിച്ചെങ്കിലും പിന്നീട് നന്നായിട്ട് പോസ് ചെയ്തു. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് അതേ ബലൂൺ തന്നെ നമ്മൾ കൂട്ടിക്കെട്ടിയിട്ട് കുറച്ച് ഓടിപ്പിക്കുകയൊക്കെ ചെയ്തോട്ടെ. പക്ഷേ പറഞ്ഞ പോലെയൊക്കെ എല്ലാം തന്നെ അവൻ ചെയ്തു. അത്യാവശ്യം നല്ല മൂഡിലായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നന്നായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. പിന്നെ നമ്മൾ ഇത്തിരി നേരത്തെ രാവിലെ തന്നെ പോയി, അതുകൊണ്ട് വലിയ ചൂടുള്ള വെയിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ നന്നായിട്ട് സഹകരിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ തിരക്കും കുറവായിരുന്നു, മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരക്ക് കുറവായിരുന്നു. അങ്ങനെ യെല്ലോ ഷർട്ടിൽ കുറേ അധികം ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഷർട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വൈറ്റ് ഇടിച്ചു. വൈറ്റിൽ കുറച്ചും കൂടെ നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. അത് നന്നായിട്ട് നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാൾട്ടിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. മാൾട്ടിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, സൈഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത വീഡിയോസും ഫോട്ടോസും കൂടെ കൂട്ടിയിണക്കി ഞാൻ ചെറിയൊരു ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ തന്നെയാണിത്, നമ്മളെടുത്ത ഫോട്ടോസ് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് SLR-ലും കുറച്ച് ഫോണിലുമാണ് എടുത്തത്. എനിക്ക് കുറച്ചും കൂടെ ഫോണിലെടുത്ത പിക്സാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടമായത്. എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 കോസ്റ്റ്യൂമിലാണ് എടുത്തത്. എനിക്ക് ഈ പർട്ടിക്കുലർ പോർഷനിൽ എടുത്ത ഈ വൈറ്റിൽ 3 ഇങ്ങനെ ബാക്കിൽ വെച്ചെടുത്തൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഷൂട്ട്. നെക്സ്റ്റ് ഡേ നമ്മുടെ പിറന്നാളാണ്. പിറന്നാളിന് രാവിലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആളിത്തിരി വാശിയിലായിരുന്നു. ഫോട്ടോഷൂട്ടിൻ്റെ അന്നത്തെ അത്ര എന്താ പറയുക ഹാപ്പി ആയിരുന്നില്ല ആൾ പിറന്നാളിൻ്റെ അന്ന് രാവിലെ എണീറ്റിട്ട് കുറച്ച് വാശിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കയ്യിൽ കൊടുത്താണ് ഒന്ന് വെക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആവശ്യമില്ലാത്ത ആറ്റിറ്റ്യൂഡ് ഷോയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് കുട്ടികൾ വളർന്നതെന്ന് എന്താ പറയുക, ആദ്യം ഉണ്ടായത് ഇന്നലെ പോലെ തോന്നുകയാണ്. പക്ഷേ 3 വയസ്സായെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ നമുക്ക് അമ്മമാർക്ക് എപ്പോഴും കുട്ടികൾ എത്ര വലുതായാലും അവർ ചെറുതായിരുന്ന ഇതുപോലെയാണല്ലോ. എനിക്ക് ഒട്ടും അവൻ ഇത്ര വലുതായെന്ന് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അവൻ്റെ ഓരോ ആക്ഷൻസും സംസാരങ്ങളും ഒക്കെ കാണുമ്പോഴാണ് ഇപ്പോൾ അത്ഭുതം തോന്നുന്നത്. എത്ര വലുതായെന്ന് മനസ്സിലാവുന്നതും അപ്പോഴാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മ അത്യാവശ്യം സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് പായസം കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. പിറന്നാളല്ലേ, പിറന്നാളിനാണല്ലോ പായസമൊക്കെ വയ്ക്കുക. അപ്പോൾ നമ്മൾ പായസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാലടയുടെ നമ്മൾ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് 2 പാക്കറ്റ് പാലിലുള്ള എന്താ പറയുക പായസമാണ് വെക്കുന്നത്. അധികം ആരുമില്ല, നമ്മുടെ ചേച്ചിയും കുട്ടികളും ഞങ്ങളും തന്നെയുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ബർത്ത്ഡേയുടെ അന്നാണ് വരിക, ഇന്ന് വരുന്നില്ല. അപ്പം അവരും ഇല്ല. അപ്പോൾ അധികം ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പാൽപ്പായസം കഴിപ്പിച്ചിരുന്നു, അപ്പോൾ ആ പായസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാലട കുറച്ചേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കറിൽ 2 പാക്കറ്റ് പാലും
പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. എന്നിട്ട് ഈ പാല് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളച്ചതിന് ശേഷം പാലടയുടെ മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്, മധുരമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ വെക്കണം എന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് വെച്ച് പാല് തിളച്ച് പൊങ്ങി പോകാതെ ഇളക്കി കൊടുത്ത് അതിനകത്തേക്ക് പാല് തിളച്ച് കഴിയുമ്പോൾ ഈ പാലടയുടെ മിക്സ് ഇടുക. എന്നിട്ട് അത് നന്നായി കുറുകി വന്നു കഴിയുമ്പോൾ തിളച്ച് സെറ്റായി കഴിയുമ്പോൾ പായസം റെഡിയായി. എത്രയേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് എത്ര ഈസി ആയാലും ഒരു പായസം വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ അവിടെ വേറെ കറികൾക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ആദ്യമോനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിറന്നാൾ സദ്യയിലെ ഇലയിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ബോറടിച്ച് തുടങ്ങി. കുറേ നേരമായാലും ആദ്യം വെയിറ്റ് ചെയ്തിരിക്കുന്നു. ചേച്ചിമാരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ചേച്ചിയും കുട്ടികളും ഊണിൻ്റെ സമയത്തേക്ക് എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർക്ക് രാവിലെ മൂത്ത ആൾക്ക് ട്യൂഷൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഉച്ചയാകുമ്പോഴത്തേക്കും വരാമെന്നാണ് പറഞ്ഞിരുന്നത്. വാ വാ വാ, ഇതാരാ വന്നേക്കണേന്ന് നോക്കിയ, വാ വാടാ. അയ്യോ, വെൽക്കം വെൽക്കം. ഹായ് ഹായ്. അമ്പലത്തിൽ പോയതിന്റെ പ്രസാദം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എവിടെ എന്റെ കുട്ടി? എന്തായിരുന്നു ഇവിടെ ബർത്ത്ഡേ ബോയ്? കുറുമ്പാണേ. പ്രസാദം പ്രസാദം അങ്ങനെ ആദ്യം മാൾട്ടി യെല്ലോ യെല്ലോ ആണല്ലോ. നിങ്ങളെ സെയിം സെയിം. അങ്ങനെ ബോയ്. എന്തേലും വാശിയില്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പിറന്നാൾ സദ്യ. ഒത്തിരി വലിയ വിഭവസമൃദ്ധമായ സദ്യയല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സദ്യയാണ് ഉണ്ടാക്കിയത്. അധികം ആളൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോറ്, സാമ്പാർ, തോരൻ, പപ്പടം, അച്ചാർ, ഇഞ്ചിക്കറി, ഇഞ്ചമ്പുളി, ചമ്മന്തി ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇഞ്ചമ്പുളി അതിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ നാട്ടിലെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, എരിവാണ് ഇഞ്ചിക്കറിക്ക് വരിക. ഇവിടെ ഒരു മധുരം പ്ലസ് പുളിയുള്ള ഒരു മിക്സഡ് ടേസ്റ്റാണ്, നല്ലതാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് നമ്മുടെ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ.
ചേച്ചിമാരും അനിയനും കൂടെ ഭയങ്കര കളിയായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് പിറന്നാളിന് കട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്യാൻ ക്രിസ്മസ് ടൈമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പ്ലം കേക്കാണ് വാങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൾക്ക് ഈ കേക്ക് കട്ടിങ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പിറന്നാൾ കേക്ക്. Happy birthday to you. Happy birthday, dear Adi. Happy birthday to you. അങ്ങനെ നമ്മുടെ കുഞ്ഞ് പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് ഇത് ചേച്ചിയും കുട്ടികളും പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾക്ക് വിഷമമായി. അപ്പം ആൾട്ടി വന്ന് എടുത്തിട്ട് പോയി, ഞങ്ങൾ പിന്നെ കൊണ്ടാക്കാം, അല്ലെങ്കിൽ ആൻറ്റി വന്നാൽ മതി, അല്ലെങ്കിൽ അവനവിടെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയപ്പോൾ സാധാരണ അവനങ്ങനെ പോകാറില്ല. പിന്നെ ഇന്ന് പിറന്നാളല്ലേ, ഇനി വാശി പിടിച്ച് കരയിപ്പിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു. അവൻ പോയിട്ട് വരട്ടെ, അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും പോയി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേച്ചിയുടെയും കുട്ടികളുടെയും കൂടെ അവൻ വീട്ടിലേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മുടെ കരോള് വന്നിട്ടുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ ഒരു വർഷം തീരാൻ പോകുന്നത്. ഇത്തവണ 2024 പെട്ടെന്ന് പോയതുപോലെ തോന്നി. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ കരോള് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ പോയിട്ട് ആദ്യമോനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആൾക്ക് സാന്റേനെ കണ്ടപ്പോൾ ചെറിയ പേടിയൊക്കെ ആയാലും ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് വിളിച്ചപ്പം പേടിയൊക്കെ പോയി. അങ്ങനെ അവൻ ഹാപ്പിയായി, സാന്റയ്ക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത്. അപ്പോൾ അങ്ങനെ അവൻ്റെ പിറന്നാൾ ദിവസം തന്നെയാണ് കരോളും വന്നത്. അപ്പം മൊത്തത്തിൽ നമ്മുടെ ഡേ കളർഫുള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റി. നമ്മളെയും കൊണ്ട് ആഗ്രഹിച്ച പോലെ സാധിച്ച പോലെയൊക്കെ ചെറിയൊരു പിറന്നാൾ നമ്മൾ ആഘോഷിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി പിറന്നാളാഘോഷവും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.